ഈ ഭൂമിയും ആകാശവുമൊക്കെ അടുത്ത് അട്ടിമറിയും എന്ന് വിശ്വസിക്കുന്ന ഒരു സാധുവായ മനുഷ്യനാണ് ഞാൻ. ഇനി വല്ലാതെ മുന്നോട്ട് ഒരിക്കലും പോകൂല. ഇത് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തു. അത് ബോധ്യപ്പെടാത്ത ആളുകൾ വെസ്റ്റേൺ സൊസൈറ്റിയുമായി, വെസ്റ്റേൺ സൊസൈറ്റി, വെസ്റ്റേൺ കൾച്ചർ, വെസ്റ്റേൺ മതങ്ങൾ, വെസ്റ്റേൺ ചതികൾ അവരെ ചതിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ആസ്ട്രോഫിസിക്സിൽ ചരിത്രം കണ്ട് കാൾ സാഗൻ 997 മരിച്ചു. കാൾ സാഗന് ശേഷം ആസ്ട്രോഫിസിക്സ് ജീനിയസ് കഴിഞ്ഞ മാസം മരിച്ച സ്റ്റീഫൻ ഹോക്കിൻസാണ്. അദ്ദേഹത്തിൻ്റെ ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയാം? അദ്ദേഹം പറഞ്ഞത്, ഈ ഭൂമിയിൽ ഇനി മനുഷ്യൻ 100 വർഷത്തേക്കാൾ കൂടുതൽ ജീവിക്കൂലാണ്. മനസ്സിലായില്ല. കോപ്പർനിക്കസിനേക്കാളും ഗലീലിയോനേക്കാളും ഒരുപക്ഷെ കാൾ സാഗനേക്കാൾ പോലും ജീനിയസാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്? ഈ ഭൂമിയിൽ ഇനി മനുഷ്യൻ ഒരു കാരണവശാലും 100 വർഷത്തേക്കാൾ കൂടുതൽ ജീവിക്കേയില്ല. നമ്മൾ വളരെ ചിന്തിക്കണം. ഞാൻ സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല എൻ്റെ വാദം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് സമാനമായ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെ മുന്നിൽ അതെല്ലാം ഉണ്ട്. ഷാമിൽ ഫിത്നകൾ നടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഷാമിലെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഭയാനകമായിരിക്കും. എന്താണ് ഈ ഷാമിലെ ഫിത്നയുടെ അടിസ്ഥാനം? ഷാമിലെ ഫിത്നയുടെ അടിസ്ഥാനം ചതിയാണ്. ലോകം എന്ന് പറഞ്ഞാൽ എന്നും ഒരു ചതിയിലാണ്. ആരുടെ ചതി? ജൂതന്മാരുടെയും ചതി. ഒരു ചതിയാ ലോകത്ത് നടക്കുന്നു. അവര് സമാവിയായ മതത്തെ നശിപ്പിച്ചു, അവരെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി. അതിനെ നേരെയാക്കാൻ വേണ്ടി മുഹമ്മദിയത്ത് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദിയത്തിനോട് അവർക്ക് അന്നും ഇന്നും അസൂയാണ്. ഈ മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുമേച്ച് നടന്നിരുന്ന ഒരു സമൂഹമാണ് ലോകത്തിന് മേൽക്കോയ്മ കിട്ടിയത്. അവർ അതിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവർക്ക് അവരുടെ ഉള്ളിൽ അസൂയാണ് മുഹമ്മദിയത്തിനെ തകർക്കുന്നത്. വളരെ നമ്മൾ ചിന്തിക്കണം. അത് അവർ കൈവശപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വലിപ്പവും ഇന്നത്തെ അമേരിക്കയുടെ 100 ഇരട്ടി ശക്തിയും സമ്പത്തും സ്വാധീനവും ഉള്ളതായിരുന്നു തുർക്കി. ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വിസ്തൃതിയും ഇന്നത്തെ അമേരിക്കയുടെ 100 ഇരട്ടി ശക്തിയും സമ്പത്തും സ്വാധീനവും ആൾബലവും എല്ലാം ഉള്ള രാജ്യമായിരുന്നു തുർക്കി. ആ തുർക്കിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് 1-ാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്. തുർക്കി നശിച്ചു. തുർക്കിയിൽ മാത്രം 1-ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയും ബ്രിട്ടനും ചൈനയും റഷ്യയും ഫ്രാൻസും പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ദർഇയാക്കൾ, വഹാബികൾ എന്ന അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കൂടെ നിന്നാണ് 1-ാം ലോക മഹായുദ്ധം നടത്തിയത്. അവർ എല്ലാവരും തുർക്കിയിൽ മാത്രം മുസ്ലിമീങ്ങളെ 1-ാം ലോക മഹായുദ്ധത്തിൽ കൊന്നത് 50 ലക്ഷം ആളുകളെയാണ്. 8 ലക്ഷം സോൾജേഴ്സിനെയും 42 ലക്ഷം സിവിലിയന്മാരെയും 1-ാം ലോക മഹായുദ്ധത്തിൽ കൊലപ്പെടുത്തി. എന്നിട്ട് ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പും നീണ്ടുകടന്നിരുന്ന തുർക്കിയുടെ വിസ്തൃതമായ ഭൂഭാഗങ്ങൾ വെട്ടി കഷ്ണങ്ങളാക്കി അവർ മുസ്ലിം സമുദായത്തിനിടയിൽ പാവ സർക്കാരുകളെ കുടിയിരുത്തി. ആ പാവ സർക്കാരുകൾ ഇവരുടെ ആശ്രിതരായി നിലനിൽക്കാനുള്ള കരാറുകളും ഉണ്ടാക്കി. അവർക്കിടയിൽ ഒരുതരം അതിർത്തിയുടെയും മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത ഒരുതരം ദേശീയ വൈരത്തിൻ്റെയും വിത്ത് പാവുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണായിരുന്നു ജെറൂസലേമിനെ ബ്രിട്ടൻ തന്നെ കൈവശം വെച്ചു. 1917 1-ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ബ്രിട്ടൻ കൈവശപ്പെടുത്ത ഭൂമിയിലേക്ക് ലോകത്തിന് നാനാഭാഗത്തു നിന്നും അവർ ജൂതന്മാരെ എത്തിക്കുകയും 2-ാം ലോക മഹായുദ്ധം 1946 അവസാനിച്ചതിന് ശേഷം 1947 ലീഗ് ഓഫ് നേഷൻസിന് പകരം UN വന്നു. UN ഡിക്ലെയർ ചെയ്തു. അമേരിക്കയും ബ്രിട്ടനും പിന്നെ UN അംഗീകരിച്ചു. എന്തിനെ? ഇസ്രായേൽ രാഷ്ട്രത്തെ. ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചതിയുടെ ഭാഗമാണ്.
ആ ചതിയാണ് ഇന്ന് നീണ്ട് ഷാമിലെ നാശത്തിലെത്തിയിരുന്നത്. ഷാമിനെ ആക്ഷേപിക്കരുത്. ലാ തസുബ്ബു അഹ്ല ഷാം ഫഇന്നഹ അർളു ഖിയറത്തില്ല. ഭൂമിയിലെ ഏറ്റവും നല്ല ആളുകളുടെ നാട് ഷാമാണ്. ഷാമികളെ കുറ്റം പറയരുതെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഷാമാണ് ഇന്ന് തകർന്നിട്ടുള്ളത്. ഗൗത്ത എന്ന പ്രദേശത്തെക്കുറിച്ച് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന രംഗമുണ്ട്. ഗൗത്ത ചരിത്രത്തിൽ ഗൗത്തയിൽ വലിയ യുദ്ധം നടന്നു കഴിഞ്ഞ മാസം. ഈ ഗൗത്ത എന്ന നാടിനെ പറ്റി മുത്തനബി പറയുന്ന ഹദീസുകൾ കാണാം. താരിഖ് ദിമഷ്കിലും മറ്റും ഹദീസ് കാണുന്നുണ്ട്. വേറെ ഒരുപാട് സ്ഥലത്ത് ഹദീസ് കാണുന്നുണ്ട്. അബൂദാവൂദിലുമുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു കാലഘട്ടത്തിൽ ഗൗത്തയിലേക്ക് ഷാമികൾ അഭയം തേടുന്നൊരു കാലം വരും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഗൗത്ത എന്ന പ്രദേശത്ത് എല്ലാവർക്കും ഒതുങ്ങി നിൽക്കാൻ കഴിയുമോ? അപ്പോൾ പറഞ്ഞു, വഹിയ തത്തസിഉ ബിൽ മുസ്ലിമീന കമാ യത്തസിഉ റഹ്മു ബിൽ വലദ്. ഗർഭപാത്രത്തിൽ കുട്ടി വളരുന്നതിനനുസരിച്ച് ഗർഭപാത്രം വലുതായി കൊടുക്കുന്നത് പോലെ ഷാമിലെ ജനങ്ങൾ മുഴുവനും ഗൗത്തയിൽ വരുമ്പോൾ ഗൗത്ത വലുതായി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ നടക്കാനുള്ളതാണ്. ഔവലുഹാ ലഅബു സ്ബിയാൻ, അതിൽ പിള്ളേർ കളിയിൽ നിന്ന് തുടങ്ങും. പിന്നെ നിർത്തിനടോ എന്ന് പറയാൻ ലോകത്തിലാളില്ലാതെ വരും എന്ന് മുഹമ്മദ് മുസ്തഫ. 2011 ഇത് തുടങ്ങുന്നത് ഒരു സംഘം സ്കൂൾ വിദ്യാർത്ഥികൾ ചുമരേറ്റ് നടത്തിയതാണ്. അന്ന് 2,08,00,000 ആളുകളാണ് സിറിയയിലെ ജനസംഖ്യ. ഇന്ന് അതിൽ 1,60,00,000 ആളുകളെയും കാണാനില്ല. മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചതികളാണ്. ഇതിൽ നമുക്കെന്താ ചെയ്യാൻ കഴിയാൻ? നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. അവരെ പാർട്ട് അവർ ചെയ്തോളൂ, നമ്മളെ പാർട്ട് നമ്മൾ ചെയ്യാം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നമുക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യാൻ നമുക്ക് കഴിയാം? നമുക്ക് 2 കാര്യമാണ് ചെയ്യാൻ കഴിയുക. 1, നമ്മളെ ഏൽപ്പിച്ച പാർട്ട് നമ്മൾ ഭംഗിയായി നിർവഹിക്കുക. 2, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പാർട്ടുണ്ട്, അദ്ദുആഉ ലില്ലാഹ്. എല്ലാവരും അള്ളാഹുവോട്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ വന്നാൽ എന്താണ് ചെയ്യാൻ നബിയേ? അപ്പോൾ പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു ഫലാ യൻജു മിൻഹാ ഇല്ലാ മൻ ദഅ കദുആഇൽ ഗരീഖ് ഫിൽ ബഹർ. ഷാമിലെ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഫലാ യൻജു മിൻഹാ, ലോകത്ത് മുഴുവനും നാശങ്ങളുണ്ടാവും. ഫലാ യൻജു മിൻഹാ, ആ കാലഘട്ടത്തിൽ രക്ഷപ്പെടുകയില്ല, ഇല്ലാമൻ, ഒരാളല്ലാതെ. ദഅ കദുആഇൽ ഗരീഖ് ഫിൽ ബഹരി. മനസ്സിലായില്ല നിങ്ങൾക്ക്? അവസാന കാലഘട്ടത്തിൽ വൻ യുദ്ധമുണ്ടാകും. എവിടെ? ഷാമിൽ. ആ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയാനകമാണ്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ യുദ്ധം ഉണ്ടായിട്ടില്ല. നശിപ്പിക്കണം ഒരു രാജ്യത്തെ, തകർത്തു ഏകദേശമൊക്കെ. ഫലാ യൻജു മിൻഹാ, ആ കാലഘട്ടത്തിലെ ആപത്തിൽ രക്ഷപ്പെടുകയില്ല, ഇല്ലാമൻ, ഒരാളല്ലാതെ. അയാൾ എപ്പോഴും സമുദ്രത്തിൽ മുമ്പവൻ ദ്വാ ചെയ്യുമ്പോൾ അക്കാലത്ത് എല്ലാവരും എപ്പോഴും ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഈ കാലഘട്ടം. അപ്പം നമുക്ക് 2 പാർട്ടുണ്ട്. 1, നമുക്ക് തിരിഞ്ഞു മറിഞ്ഞ് ഇലാഹിയായ തഖ്ദീർ കൊണ്ട് വന്ന ഒരു ഡ്യൂട്ടി ഉണ്ട്. അതിലിപ്പോൾ പള്ളി കമ്മിറ്റി മെമ്പറായിരിക്കും, അതവൻ്റെ ഡ്യൂട്ടിയാണ്. ചിലപ്പോൾ അത് ഹിഫ്ദുൽ ഖുർആൻ്റെ കമ്മിറ്റിക്കാരനായിരിക്കും, ചിലപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ റിസീവറായിരിക്കും, ചിലപ്പോൾ അതിന് ദാനം ചെയ്യാൻ നിഅമത്തുള്ള ഒരു സമ്പന്നനായിരിക്കും, ചിലപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കും, ചിലപ്പോൾ അവിടുത്തെ കിച്ചൺ ജോലി ചെയ്യുന്ന സാധാരണക്കാരനായിരിക്കും. ഇവർക്കൊക്കെ പാർട്ടുണ്ട്. ഉള്ളി അരിയുന്നവൻ്റെ പാർട്ട് പറഞ്ഞതുപോലെ ഇവരെല്ലാം എന്താ ചെയ്യേണ്ടത്? അവരവരുടെ ഡ്യൂട്ടി അവർ അള്ളാഹ്ക്ക് വേണ്ടി. മനസ്സിലായില്ലേ? ഇനി ഇതൊക്കെ സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിലാക്കി തീർക്കുന്ന ആളതാക്കി തീർത്തോളൂ. നമുക്കേതായാലും മേൽനോട്ടത്തിൻ്റെ ഉത്തരവാദിത്തമില്ല. നമ്മൾ ഈ ലോകത്തിൻ്റെ മാനേജറും അല്ല. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യാം. ഇപ്പം എനിക്ക് എന്താ ചെയ്യാനുള്ളത്? ഒരു 10 മിനിറ്റ് എനിക്ക് നിങ്ങളെ മുന്നിൽ കിട്ടുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് വസ്തുതയുടെ അടിസ്ഥാനം പറഞ്ഞ് മനസ്സിലാക്കി തരാം. വെറുതെ അലസരായി നടക്കരുത്. 1. 2, ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തരം കൊട്ടിയാട്ടം പോലത്തെ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. ഇത് വളരെ ഒരു അവസാനത്തെ പോയിന്റാണ്. ഈ സമയത്ത് പരാജയപ്പെട്ടാൽ പരാജയപ്പെടും. ഇത് നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടും. കുറച്ച് കഴിയട്ടെ, നിങ്ങൾക്ക് ബോധ്യപ്പെടും.
യാതൊരു സംശയം വേണ്ട. വലിയ ആപത്ത് ലോകത്ത് വരാൻ പോവുകയാണ്. വിത്തിൻ 15 years 3-ാം ലോകമായിട്ടും ഉണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അള്ളാഹു തആല കാക്കട്ടെ. അത് നിങ്ങൾ ആരാണ്? ഞാൻ ആരുമല്ല. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങളൊരു നക്ഷത്രം നോക്കി പറയുന്ന ആളാണോ? അതൊന്നുമല്ല. അങ്ങനെ മനസ്സിലാവും. നിലവിലുള്ള സാഹചര്യവും മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നു. അതാകട്ടെ ലോകത്ത് നിന്ന് മുസ്ലിമീങ്ങളെ തുടച്ചു നീക്കാനുള്ള സമയമായിരിക്കും, സന്ദർഭമായിരിക്കും. ഇമാം മഹദി വരുന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ വളരെ ചുരുക്കമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ വളരെ ചുരുക്കിയിരിക്കും. യുഖ്തലു സബഅത്തുൻ ഫി തിസ്അ. അക്കാലത്ത് അറബ് സമൂഹത്തിൽ 9-7 ആളെയും കൊന്നിട്ടുണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീത്ത് ഒരുപാട് റിവായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? 9 അറബികളിൽ അന്ന് അറബികൾ എവിടെയിരിക്കും നബിയെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്ന മറുപടിയാണ് അന്ന് അറബികൾ വളരെ കുറവായിരിക്കും. 9-7 ആളെയും കൊല ചെയ്യപ്പെടും. റോമൻ സംസ്കാരമുള്ള നാട്ടിൽ ഒരു മുസ്ലിം ശേഷിക്കുകയില്ല. ഇല്ല ഖതീലൻ ഔ അസീറ. ഒന്നിരിക്കൽ കൊല്ലും, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് മഹ്ബൂസാവും എന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള സമരം നടന്നിട്ടുണ്ട്. അതിൽ ഇരുട്ട് എന്നും ചതിയുടെ പക്ഷത്താണ് നിൽക്കുക. വെളിച്ചം അങ്ങനെയല്ല. വെളിച്ചത്തിന് എന്തിനോട് ഒരു സഹിഷ്ണുത വെളിച്ചത്തിനുണ്ടായിരിക്കും. ഈ ലോകത്തു നിന്ന് ഒരു വർഗത്തെയും തുടച്ചു നീക്കണം എന്ന് വിശ്വസിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ വലിയ സഹിഷ്ണുതയുള്ളവരാണ്. മദീന പള്ളിയിൽ വന്ന പാത്രിയാർക്കീസുമാർ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് തർക്കിക്കാൻ വന്നിട്ട് കൂടി അവർക്ക് വേണ്ടി മദീന പള്ളിയുടെ ഒരു സൈഡിൽ ആരാധനയ്ക്ക് നേരമായപ്പോൾ അവർക്ക് വിട്ടുകൊടുത്തു എന്ന് സീറത്ത് ഇബ്നു ഹിശാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു. അതായത് അത്ര വലിയ സഹിഷ്ണുതയാണ്. നമ്മൾ ചിന്തിക്കണം. വളരെ ഗൗരവമായി നമ്മളിത് മനസ്സിലാക്കണം. പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭനായ ശിഷ്യൻ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പടയോട്ടം നടത്തി. തൻ്റെ പടനായകനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സിനായ് മരുഭൂമിയിൽ സെന്റ് കാത്തറീനിൽ ഒരു മഠം ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾക്ക്. ആ വഴിയിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പടനായി പോവുകയാണ്. ആ സമയത്ത് ആ മഠത്തിലെ അധികാരികൾ അംർ ഇബ്നുൽ ആസിനോട് വന്ന് പറഞ്ഞു, ആ ഏരിയ മുഴുവൻ ഇസ്ലാമിന് വഴിപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ മഠത്തിലെ അധികാരികൾ വന്നിട്ട് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എന്ത് നിങ്ങളുടെ പിൻഗാമികളാരെങ്കിലും ഞങ്ങളുടെ ഈ ക്രിസ്തീയ മഠത്തെ ആക്രമിച്ചാലോ? എന്നിട്ട് പോലും മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്തിരുന്നറിയോ? തൻ്റെ പട്ടാളത്തിൽ നിന്ന് കരുത്തുറ്റ ഒരാളെ അവർക്ക് പാറാവുകാരനായി നിർത്തി കൊടുത്തു. ഈ ക്രിസ്തീയ മഠത്തിന് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കൽപ്പന പ്രകാരം മഠത്തിന് പാറാവായി നിർത്തിക്കൊടുത്തു. അത് 1400 കൊല്ലം മുമ്പ് ഹിജ്റ 22 ഈ സംഭവം. ഇത് ഹിജ്റ 1439. ഹിജ്റ 22 ഈ സംഭവം. ഇപ്പോഴും ആ കുടുംബം തന്നെയാണ് ആ പാറാവൻ. ഇപ്പോൾ അവർ 7 ആളുകളുണ്ട്. തലമുറയായി വന്ന് ആ കുടുംബത്തിൽ ഇപ്പോൾ ആണുങ്ങൾ 7 ആൾക്കാണ് ഇപ്പോൾ ചുമതല. എന്തിന് ചുമതല? ക്രിസ്തീയ മഠത്തിന് പാറാവ് നിൽക്കുക. അതിനുള്ള ശമ്പളം ഈജിപ്ഷ്യൻ ഔഖാഫ് കൊടുക്കും. മനസ്സിലായില്ല? ഈജിപ്തിലെ ഇസ്ലാമിക വഖഫ് ബോർഡിൽ നിന്നാണ് ഈ മഠത്തിന് കാവൽ നിൽക്കുന്നവർക്കുള്ള ശമ്പളം. ഈ ആളുകളെ ഈ 2018 ഞാൻ കണ്ടിട്ടുണ്ട്. ബമ്പിൻ്റെ സഹായത്താൽ ഞാൻ ഇടയ്ക്കിടെ ഈജിപ്തിലും മറ്റൊക്കെ പോകാറുണ്ട്. ഈ വർഷം ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയാണ്. ലോകത്തെ ആദ്യത്തെ കുരിശ് പള്ളി എന്നറിയപ്പെടുന്നത് ചർച്ച് ഓഫ് നാറ്റിവിറ്റിയാണ്. ജെറൂസലേമിലെ ചർച്ച് ഓഫ് നാറ്റിവിറ്റി സന്ദർശിക്കാൻ വേണ്ടി വന്നു സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ നേരത്ത് ബാങ്ക് കൊടുത്തു. അപ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരവിടെ നിസ്കരിച്ചില്ല.
ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്നാൽ ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്നത് AD 324 കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ അമ്മ ഹെലാനയാണ് ഉണ്ടാക്കിയത്. AD 324 കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ അമ്മ. കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയാണ് ബൈബിൾ മാറ്റിമറിച്ചത്. ബൈബിളിലേക്ക് ഷിർക്കിൻ്റെ സിമ്പലുകളെല്ലാം കടത്തിക്കൂട്ടിയത് കോൺസ്റ്റാന്റൈനാണ്. കോൺസ്റ്റാന്റൈൻ്റെ അമ്മയാണ് ചരിത്രത്തിൽ ആദ്യമായി കുരിശ് കൊണ്ടുവരുന്നത്. AD 324 അവരുണ്ടാക്കിയ ആദ്യത്തെ ഷിർക്കിൻ്റെ കുരിശ് പള്ളിയാണ് ഏത് ചർച്ച് ഓഫ് നേറ്റിവിറ്റി. ഈ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ സന്ദർശിക്കാണ് ആര്? ഹിജ്റ 22 സയ്യിദ്നാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ സമയത്ത് നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിച്ചില്ല. അവിടെ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. അതേ സമയത്ത് നമ്മളെ പള്ളിയുടെ സൈഡ് നിസ്കരിക്കണം. അവരെ ആരാധനക്ക് അവർക്ക് വിട്ടുകൊടുത്തത്. അത് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സ്ഥലത്ത് നിസ്കരിച്ചില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു, പിൽക്കാലഘട്ടത്തിൽ ഉമറിൻ്റെ മസ്ജിദ് എന്ന പേരിൽ ആരെങ്കിലും ഈ ഒരു ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്തിന് അവകാശവാദം ഉന്നയിച്ചാലോ എന്ന് പറഞ്ഞ് നേരെ പുറത്തൊരു പാറയുണ്ട്. ആ പാറപ്പുറത്ത് വന്ന് നിസ്കരിച്ച്. ആ പാറപ്പുറത്ത് പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ മുസ്ലിമീങ്ങൾ പള്ളി ഉണ്ടാക്കിയതാണ് മസ്ജിദ് ഉമർ. മനസ്സിലായില്ല? പറഞ്ഞതുപോലെ സംഭവിച്ചു, പക്ഷെ അത് എവിടെയല്ല, മനസ്സിലായില്ല. ഉമർ നിസ്കരിച്ച സ്ഥലം എന്ന പേരിൽ പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? ആ പാറപ്പുറത്ത് പള്ളി ഉണ്ടാക്കി. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഏകദേശം ഒരു 200 മീറ്ററാണ് അകലം. പള്ളിക്ക് പൂർണ്ണമായി, ചർച്ചിന് പൂർണ്ണമായി പുറത്ത്. ഇതാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ AD 10-ാം നൂറ്റാണ്ടിൽ കുരിശ് പടയാളികൾ, AD 11-ാം നൂറ്റാണ്ടിൽ കുരിശ് പടയാളികൾ നേരെ വന്നിട്ട് എന്താ ചെയ്തതെന്നാൽ ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിൻ്റെ മെഹ്റാബ് തകർത്തു. എന്നിട്ട് മെഹ്റാബിനെ അവർ കുതിരലായമാക്കി. മനസ്സിലായോ പറഞ്ഞത്? എതിർഭാഗത്ത് അവരുടെ കബില നമുക്ക് നേരെ എതിരാണ്. അപ്പം നമ്മുടെ മെഹ്റാബ് തിരിഞ്ഞ നിൽക്കുന്ന മെഹ്റാബിനെ അവർ പൊളിച്ചിട്ട് അവിടെ എന്താക്കി? കുതിരലായമാക്കി. നേരെ എതിർഭാഗത്ത് നമ്മൾ ചെരുപ്പ് വെച്ച് കയറുന്ന ഭാഗത്തെ അവർ പ്രധാനപ്പെട്ട പള്ളിയാക്കി. AD 1099 ആ പള്ളി പിന്നെ തിരിച്ചു പിടിക്കുന്നത് AD 1187 സുൽത്താൻ സലാഹുദ്ദീനാണ് റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലാവണില്ലേ പറഞ്ഞത്? മുസ്ലിമീങ്ങളെ സഹിഷ്ണുത അത്ര വലുതാണ്. മുസ്ലിമീങ്ങൾ ലോകത്തെവിടെയും നന്മ ആഗ്രഹിക്കുന്നവരാണ്. അത് നമ്മൾ അങ്ങനെ ചെയ്യാവൂ. ഒരിക്കലും ഭീകരവാദികളെ കൂടെ പോകരുത്. അത് നമ്മുടെ രീതിയല്ല. തീവ്രവാദം നമ്മുടെ രീതിയല്ല, ഭീകരവാദം നമ്മുടെ രീതിയല്ല. അത് രാജ്യത്തിനും സമുദായത്തിനും സമൂഹത്തിനും ഭൂമിക്കും പ്രകൃതിക്കും ഒക്കെ വിരുദ്ധമാണ്. എന്ത്? ഭീകരവാദം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു നിരപരാധിയും ആക്രമിക്കാൻ പാടില്ല, ഒരു ഉപജാപ പ്രവർത്തനവും പാടില്ല. നമ്മളെല്ലാം നേരിൻ്റെ ആളുകളാണ്. നേരാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഒരു പേടിയും വേണ്ട. ഇതിനൊക്കെ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു അവസാനമുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു കോടതിയും ഉണ്ട്. ആ കോടതിയാണ് ആരുടെ കോടതി? പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം നിയന്ത്രിച്ച് നന്നാക്കുന്ന ആൾ നമ്മളല്ല. നമ്മളെ പാർട്ടി ചെയ്യുന്നു, നമ്മൾ സമൂഹത്തിൽ നന്മ ചെയ്യുന്നു. അത് സമൂഹത്തിനോടുള്ള ഒരു താരതമ്യപ്പെടലാണ്, താതാത്മ്യപ്പെടലാണ്. അത് സമൂഹത്തിൻ്റെ കൂടെ നിൽക്കലാണ്. അത് കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കലാണ്. അത് വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പലാണ്. അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, കർമ്മങ്ങളിൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞു, സുറൂറുന്നാണ് തുദ്ഖിലുഹു ഫീ ഖൽബിൻ, ഒരു ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു സന്തോഷമാണത്. മനസ്സിലായില്ല? ഒരു ഹൃദയത്തിന് ഒരു സന്തോഷം നൽകാൻ കഴിഞ്ഞാൽ അതായിരിക്കും അള്ളാഹുവിന് ഏറ്റവും ഒരു തുള്ളി വെള്ളം അതൊരു നായക്കൊഴിച്ചു കൊടുത്തു. അതുകൊണ്ട് വേശ്യ രക്ഷപ്പെട്ടു, സ്വർഗസ്ഥയായി എന്ന് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് സാഹിദത്തായ പെണ്ണ് പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകസ്ഥയായ കാര്യവും പുണ്യ റസൂൽ പറഞ്ഞു. എന്തുകൊണ്ട്? എല്ലാ ആരാധനകളുടെയും മർമ്മം കാരുണ്യമാണ്, സ്നേഹമാണ്. വലിയ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിൻ്റെ സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കൽ ആവശ്യമാണ്. വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഹക്കും ബാത്തിലും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്.
അത് യൗമുൽ ഖിയാമയാണ്. അത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അത് മൻ കാൻ ലഹു അഖ്ലുൻ വമൻ കാൻ ലഹു ബസീറത്തുൻ, അത് ബോധ്യപ്പെടും. കണ്ണ് തുറന്നു വെച്ച ആളുകൾക്കെല്ലാം ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഖിയാമത്ത് നാൾ വളരെ അടുത്ത് തന്നെ ആണ് എന്നത് ആണ് നമ്മൾ ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഒരു അടയാളമാണ് അന്ത്യനാളിൻ്റെ. അന്ത്യനാളിന് ഇനി വളരെ കുറഞ്ഞ കാലമേ ഉള്ളൂ എന്ന സത്യവും നിങ്ങൾ ബോധ്യപ്പെടണം എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിൻ്റെ ഡേറ്റ് തീയതി ഒന്നും നമ്മളെപ്പോഴത്തവൾക്ക് അറിയൂല. പക്ഷെ അതിൻ്റെ അമാറാത്തുകൾ മുത്ത് മുഹമ്മദ് മുസ്തഫ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഊന്നൽ നൽകിയിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ അറിയിച്ചിട്ടുണ്ട്. എന്തിനാണത് നമ്മളെ അറിയിക്കുന്നത് എന്നാൽ ഒമൻ കാന ലഹു അഖ്ലുൻ ഒമൻ യർജു റിദ്വാന റബ്ബിഹി ഫൽയുശമ്മിർ വഫൽയജ്തഹിദ്. ആർക്കെങ്കിലും റബ്ബിൻ്റെ പൊരുത്തം വേണമെങ്കിൽ അധ്വാനിച്ചോട്ടെ. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഗോത പോലത്തെ ഒരു സമയമാണ്. ഇതിലാര് പണിയെടുത്താലും അവർക്ക് ഫലമുണ്ടാകും. ഇതൊരു അസുലഭമായ അവസരവുമാണ്. ലോകത്തുള്ള അവസരം നൽകിയ ജനതയാണ് ഈ ഒരു ജനത. അതായത് ഇതിൽ 200-300 കൊല്ലം മുമ്പാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയില്ല. അവിടെ ഒരു കെട്ടി നിൽക്കുന്ന ചരിത്രം പോലെയായിരുന്നു അന്നത്തെ ചരിത്രം. ഖൈറു ഉമ്മത്തി അവ്വലുഹാ വആഖിറുഹാ മുത്ത് മുഹമ്മദ് മുസ്തഫ. എൻ്റെ സമുദായത്തിൽ ഏറ്റവും നല്ലവർ ആദ്യകാലത്തെ ആളുകളും അവസാന കാലത്തെ ആളുകളുമായിരിക്കുമെന്ന് പുണ്യ റസൂൽ. ആ നിലക്കാണെങ്കിൽ അതിൻ്റെ ഒരു അർഹത നമുക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തുറുക്കാണ്, ത്വരീഖല്ല തുറുക്ക്. അതായത് അള്ളാഹുവിലേക്ക് അധ്വാനിക്കാനുള്ള ഒരുപാട് വഴികൾ തുറന്ന ഒരു സമയമാണിത്. പക്ഷേ ഇതിനെല്ലാം എന്തുണ്ടാകുന്നറിയോ? ലാ യസ്തവി മൻ ആമന വമൻ ജാഹദ ഖബ്ലൽ ഫത്ഹി വബഅദഹു മുത്ത് മുഹമ്മദ് മുസ്തഫ. മക്ക ഫതഹിന് മുമ്പ് വിശ്വസിക്കുകയും യുദ്ധം ചെയ്തവരും പിന്നീട് ചെയ്തവരും ഒരുപോലെയാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഫതഹ് എന്നാൽ ഖണ്ഡിതമായ നസ്റാണ്. അതിനു മുമ്പ് എവിടെ എത്തുമെന്ന് തീരുമാനമാകാത്തൊരവസ്ഥയുമാണ്. ഫതഹ് ഹിജ്റ 8ാമത്തെ വർഷമാണ് നടക്കുന്നത്. അതോടുകൂടി ജനങ്ങൾക്ക് തിരിഞ്ഞു, ഇതൊരു വലിയ പടയാണ്, ഇത് തകരൂല്ല. അതോടുകൂടി ലോകത്ത് നിർവികാരരായി നിന്ന ആളുകൾ വരെ പിന്നീട് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പന്ഥാവിലേക്ക് വന്നതുകൊണ്ടാണ് അടുത്ത വർഷത്തിന് ആമുൽ ഉഫൂദ്, പ്രതിനിധികളുടെ വർഷം എന്ന് പേരിട്ടത്. പക്ഷെ അവരിൽ പല സംഘവും നേരത്തെ വന്നില്ല. കാരണം അവർക്കൊരു ഖണ്ഡിതമായ നിശ്ചയം ഉണ്ടായില്ല എന്നതുപോലെയാണ് ഇപ്പോഴത്തെ കാര്യം. ഇപ്പോഴുള്ള അവസ്ഥ എന്തെന്നാൽ ആത്മാർത്ഥമായി ഒരു പണിയെടുത്താൽ അള്ളാഹു വാതിൽ തുറന്നു തരും. വാതിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അഖലിൻ്റെ വാതിലാണ്, റൂഹിൻ്റെ വാതിലാണ്. റൂഹിനും വാതിലുണ്ട്, അഖലിനും വാതിലുണ്ട്. അഖല് റൂഹ് ഈ രണ്ട് സംഗതികളും മനുഷ്യന് കാണപ്പെടാത്ത യാഥാർത്ഥ്യങ്ങളായി അള്ളാഹു മനുഷ്യനിൽ നിക്ഷേപിച്ചതാണ്. അതിൽ ഏറ്റവും കരുത്തുറ്റ ആൾ റൂഹാണ്. അഖലിൻ്റെ വാതിൽ ഗൈബിയായ ഹഖായിഖിലേക്ക് തുറന്നു കിട്ടിയാലുള്ള ഗുണം എന്താണ്? റൂഹ് അതിൻ്റെ പണിയെടുക്കും. റൂഹിൻ്റെ പണി എന്താണ്? തഖ്ദീസിൻ്റെ ലോകങ്ങളിൽ വ്യാപരിക്കുക, ഹഖിനെ മനസ്സിലാക്കുക. ഹക്കും ബാത്തിലും തമ്മിലുള്ള അതിശക്തമായി സമരം നടക്കുന്ന നൂറ്റാണ്ടാണ് 21ാം നൂറ്റാണ്ട്. അത് അതിശക്തമായിരിക്കും. ഇതെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മുന്നിൽ തുറന്നിട്ട വാതിലിൽ പണിയെടുക്കുക. അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. ഇപ്പം നിങ്ങളെ മുന്നിൽ ഇവിടെ ഒരു ഹൈഫുൽ ഖുർആൻ്റെ കോളേജ് ഉണ്ട് അല്ലേ? പറയും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളെന്താ പണിയെടുക്കേണ്ടത്? നിങ്ങൾ അതിന് പണിയെടുക്കുക. ഒരു കർമ്മസജ്ജമായ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം പോലെയാണ്. കല്യാണത്തിൽ ഒരാളെ ഉത്തരവാദിത്വം കസേര പോലെയുള്ള സാധനങ്ങൾ എത്തിച്ച് അത് നിരത്തുക എന്നുള്ളതായിരിക്കും.
വേറൊരാൾ ഉത്തരവാദിത്തം റിസപ്ഷൻ പിന്നെ ഒരു വെൽക്കം കോൾ കൊടുക്കുക, വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് ആളുകളെ സ്വീകരിക്കുക എന്നതായിരിക്കും. വേറൊരാൾ ഉത്തരവാദിത്തം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന അതിൻ്റെ ഏരിയകളൊക്കെ കൃത്യമല്ലെന്ന് നോക്കുകയായിരിക്കും. വേറെ ആളുകൾ ഭക്ഷണത്തിൽ മുഴുകും. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു 1000, 1500, 2000 ഒക്കെ ആളുകൾ വരുന്നൊരു കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ ഓരോരുത്തർക്കും വിവിധ പാർട്ടികളായിരിക്കും. ഒരാൾക്ക് ഉള്ളി ഇങ്ങനെ വെട്ടുന്ന പണിയായിരിക്കും, ഒരാൾക്ക് ഇറച്ചി കഴുകുന്ന പണിയായിരിക്കും, വേറൊരാൾക്ക് ഇറച്ചി തിളപ്പിക്കുന്ന പണിയായിരിക്കും, വേറൊരാൾക്ക് അരി കഴുകുന്ന പണിയായിരിക്കും, വേറെ ആളുകൾക്ക് മസാല പൊടിക്കുന്ന പണിയായിരിക്കും. ആ മസാല പൊടിക്കുന്നവനെ അതേ ചെയ്യേണ്ടതുള്ളൂ, അരി കഴുകുന്നവന് അതേ ചെയ്യേണ്ടതുള്ളൂ, ഇറച്ചി കഴുകുന്നവന് അതേ ബാക്കിയുള്ള സംഗതികൾ എല്ലാത്തിനും ആളുണ്ട്, അവരവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ മേൽനോട്ടത്തിൽ ചിലപ്പോൾ 1 or 2 ആളുകളുണ്ടാവും. ഇതിൻ്റെ ചേരുവകൾ ഇടയ്ക്ക് അവർ ഒന്നും പ്രത്യക്ഷത്തിൽ ചെയ്യൂല, പക്ഷേ എല്ലാം അവരുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചില ആളുകൾ ഉള്ളി വെട്ടി അവരെ പണി കഴിഞ്ഞു, അവർ പോയി. മറ്റൊരാൾ അരി കഴുകി അതിൻ്റെ പണി അത് കഴുകി, ഇറച്ചി ചില ആളുകൾ ഉരുവിനെ അറുത്ത് ശരിയാക്കി അതിൻ്റെ പണി കഴിഞ്ഞ് അവർ കഴുകി അവർ പോയി. 11 മണിക്ക് ഈ ആളുകളൊക്കെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഭംഗിയായി ബിരിയാണി ആയിട്ടുണ്ടാവും. അങ്ങനെ തന്നെയല്ലേ? ഇതുപോലെ തന്നെയാണ് ഒരു ഉദ്ധാനതയുടെ സൊസൈറ്റി. അവരവരുടെ പാർട്ടി ചെയ്യേണ്ടുള്ളൂ. മനസ്സിലായില്ലേ? എൻ്റെ ഒരു പണിയാണിത്. ചില ആളുകൾക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ വല്ലാത്ത കഴിവായിരിക്കും. എൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട അബ്ദുള്ളയെ പോലെ അവരെ കഴിവ് നമ്മളെ കഴിവ് രണ്ടാണ്. ആ കഴിവ് ഈ കഴിവല്ല, ഈ കഴിവ് ആ കഴിവല്ല. ഈ കഴിവുകളെല്ലാം ഈ ബിരിയാണിയുടെ സമൂഹത്തെ പോലെയാണ്. ഇതെല്ലാം ഒത്തുചേരുമ്പോൾ ആളുകൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണമായി തീരും എന്നതുപോലെയാണ്. അവനവൻ്റെ പാർട്ടി ചെയ്താൽ മതി. പക്ഷേ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന, അവനവൻ ചെയ്യുന്നത് ഇഖ്ലാസോടുകൂടി ചെയ്യാം.